Hello everyone, welcome back to yet another video from Jovi's Perfect Academy. ഇന്ന് നമ്മൾ PTE റിലേറ്റ് ചെയ്തിട്ട് റൈറ്റിംഗ് ടാസ്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് എസ്സേ. റൈറ്റ് എസ്സേ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ റൈറ്റ് എസ്സേയിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാച്ച് ദ വീഡിയോ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. എന്നാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്നത്. സോ ഹെൽപ്ഫുൾ ആവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. Language that gets you higher score. Okay, നമുക്ക് ഈ എസ്സേ റൈറ്റിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മുടെ സ്കോർ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ദ ലാംഗ്വേജ് ദാറ്റ് വി ക്യാൻ യൂസ് ടു ഗെറ്റ് ഹൈ സ്കോർ ഓർ ഹൈ മാർക്സ് ഇൻ എസ്സേ റൈറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ യു ക്യാൻ യൂസ് സിമ്പിൾ കറക്റ്റ് ഗ്രാമർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യാം, കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് എസ്സേയിൽ നല്ല രീതിയിൽ സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റൈറ്റിംഗ് ടാസ്കുകളിലേക്ക് വരുമ്പോൾ ഗ്രാമർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല റൈറ്റിംഗ് ടാസ്കിലേക്ക് വരുമ്പോൾ. സോ ഗ്രാമർ വൈസ് നമ്മൾ അല്ലെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് റൂൾസും കാര്യങ്ങളും ഹെൽപ്ഫുൾ ആവുന്ന നമുക്ക് വേണ്ടതായിട്ടുള്ള ലൈക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ടെൻസസിൻ്റെ നോളജ്, ആർട്ടിക്കിൾസിൻ്റെ യൂസേജ്, അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പ്രോപ്പർ യൂസേജ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എസ്സേ റൈറ്റിംഗ് ആയാലും മറ്റേത് റൈറ്റിംഗ് ടാസ്കുകളായാലും ചെയ്യാനായിട്ട്. സോ ഗ്രാമർ റിയലി കൗണ്ട്സ് ഹിയർ. സോ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ സ്കോർ അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാമർ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും ഫൈനൽ സബ്മിഷന് പോകാനായിട്ട്. അത് റൈറ്റിംഗ് ടാസ്കിൽ ഏതായാലും അങ്ങനെ തന്നെയാണ്. മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ഇനഫ് ടൈം ടു പ്രൂഫ് റീഡ് വാട്ട് യു ഹാവ് റിട്ടൺ ആൻഡ് മേക്ക് ദ നെസസറി ചേഞ്ചസ് ഇഫ് ദെയർ ആർ നീഡഡ്. അതായത് നമ്മൾ എഴുതുന്നതിൽ ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ടൈം, ഇപ്പോൾ ഒരു റൈറ്റിംഗ് ടാസ്ക് വരുമ്പോൾ ഇപ്പോൾ വെൻ വി കം ടു സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, അവിടെ റൈറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന 10 minutes കംപ്ലീറ്റ്ലി നമ്മൾ റൈറ്റിങ്ങിന് മാത്രമായിട്ട് എടുക്കാതെ അവിടെ ഒരു 2 minutes അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കണം? പ്രൂഫ് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കണം. അതുപോലെ തന്നെയാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആയാലും റൈറ്റ് എസ്സേ ആയാലും അവിടെയും നമ്മൾ എഴുതിയിട്ടുള്ള കോണ്ടന്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഫൈനൽ സബ്മിഷന് പോകാനായിട്ട്. ഓൺലി ദെൻ വി ക്യാൻ മേക്ക് ദ നീഡ്ഫുൾ ചേഞ്ചസ്. ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലാണ്, അതായത് നമ്മുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്കോർ കിട്ടുള്ളൂ. സോ യൂസ് സിമ്പിൾ ആൻഡ് കറക്റ്റ് ഗ്രാമർ. സെൻറ്റൻസ് സ്ട്രക്ചർ ആയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യാം. ബട്ട് അവിടെ നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഫാൻസി വേർഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ അക്കാഡമിക് ടേംസ് ആണ് നമുക്ക് വേണ്ടത്. ഫോമൽ ലാംഗ്വേജ് ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. സോ സിമ്പിൾ കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്യാം. ഫോമൽ ടോൺ ആണ് നമുക്ക് വേണ്ടിയത്. ലൈക്ക് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴായാലും ഇൻഫോർമൽ വേ അല്ലെങ്കിൽ ഇൻഫോർമൽ യൂസേജ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഫോർമൽ വേർഡ്സിൻ്റെ ഇൻഫോർമൽ വൊക്കാബുലറി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ അക്കാഡമിക് കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് അക്കാഡമിക് കണക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ സെൻറ്റൻസുകൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് പോകാൻ, അതുപോലെ തന്നെ ആ ഒരു കൊഹറൻസ് അല്ലെങ്കിൽ ലിങ്ക് എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് പോകാനായിട്ട് പ്രോപ്പർ കണക്ടേഴ്സിൻ്റെ യൂസേജ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഹൈ സ്കോർ അറ്റൈൻ ചെയ്യാനായിട്ട് കണക്ടേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. സ്ട്രക്ചേഴ്സ് ഗെറ്റ് യു സ്കോർ. ലൈക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ, സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് or the connectors, if we use them properly, it really helps to get score. So നമുക്ക് യൂസ് ചെയ്യാവുന്ന ഹൈ സ്കോറിംഗ് കണക്ടേഴ്സ് ആണ് furthermore, consequently, in contrast, therefore. ഇതിനെ ഓരോന്നിനും ഓരോ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. furthermore എന്ന് പറയുമ്പോൾ അഡീഷണൽ പോയിന്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോൺസിക്വൻ്റ്ലി റിസൾട്ട് പറയുന്ന പോലെയാണ്, അതിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺസിക്വൻ്റ്ലി എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രറി പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ കോൺട്രാസ്റ്റ് എന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. therefore എപ്പോഴും റീസൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ കണക്ടറിനും അല്ലെങ്കിൽ ഓരോ ലിങ്കിങ് വേർഡിനും അതിൻ്റേതായിട്ടുള്ള യൂസേജ് ഉണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോപ്പർ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യാൻ. സോ ദിസ് വിൽ റിയലി ഹെൽപ്പ് യു ടു സ്കോർ ഇൻ റൈറ്റിംഗ്. റൈറ്റ് എസ്സേയിലായാലും മറ്റ് റൈറ്റിംഗ് ടാസ്കുകളിലായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണിത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് അതർ എക്സാമ്പിൾസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി,
ഇതെല്ലാം ക്രൊണോളജി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു ഈവൻറ്റ്, ഇപ്പോൾ നമ്മളൊരു എസ്സേ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എസ്സേ റൈറ്റിങ്ങിൽ നമുക്കൊരു ടോപ്പിക് തന്നിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമുക്കറിയാം അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ. അതിൽ നമ്മൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ അവിടെ ടോപ്പിക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു, ബട്ട് ഡീറ്റെയിലിങ്സ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നില്ല. ബട്ട് വെൻ വി കം ടു ദ സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ്, അവിടെയായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ആ ഒരു കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഐഡിയാസ് എപ്പോഴും വരുന്നത് ബോഡി പാരഗ്രാഫ്സിലാണ്. അപ്പോൾ ബോഡി പാരഗ്രാഫ്സിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കണക്ടേഴ്സാണ് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി എന്നൊക്കെ പറയുന്നത്. സോ അവിടെ നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ക്രൊണോളജി, ആദ്യം ഇന്നതാണ് പറയുന്നത്, രണ്ടാമത് ഇന്നതാണ് പറയുന്നത്, ഒരു ക്രൊണോളജി ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോജിക്കൽ ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ വെൻ വി കം ടു മോർ ഓവർ അഗെയിൻ ഫെർദർ മോർ പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ഫ്രേസാണ് മോർ ഓവർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾസോ എ കണക്ടർ. അഡീഷണലി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർ ഓവർ യൂസ് ചെയ്യുന്നത്, ഇൻ അഡീഷൻ യൂസ് ചെയ്യുന്നത്, അഡീഷണലി യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം സിമിലർ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന വൊക്കാബ്സ് ആണ്. ദെൻ ഹൗവെവർ അഗെയിൻ ഒരു കോൺട്രാസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഇങ്ങനെ എന്നിരുന്നാലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗവെവർ യൂസ് ചെയ്യുന്നത്. സോ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രറി പോയിന്റ്, കൗണ്ടർ പോയിന്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഹൗവെവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പറയാൻ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഐഡിയോളജീസ് പ്രസൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഐഡിയാസ് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോർ ഓവർ, ഫെർദർ മോർ, ഇൻ അഡീഷൻ, അഡീഷണലി പോലെയുള്ള ഫ്രേസസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് യു ഹാവ് ടു ഗിവ് കൗണ്ടർ പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻറ്റ് ഓർ സംതിങ് വിച്ച് ഇസ് ഒപ്പോസിങ് ടു ദ പ്രീവിയസ് ഐഡിയ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഹൗവെവർ, ഇൻ കോൺട്രറി ഇങ്ങനെയുള്ള ഫ്രേസസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ, ആസ് എ റിസൾട്ട്, therefore ഓൾറെഡി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതായിരുന്നു. ഫോർ എക്സാമ്പിൾ ആൻഡ് ഫോർ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി, ബിക്കോസ് വെൻ വി കം ടു എസ്സേ റൈറ്റിംഗ് ഇറ്റ്സ് നോട്ട് ഇനഫ് ദാറ്റ് വി ഗിവ് ഓൺലി ദ മെയിൻ ഐഡിയാസ്. നമ്മൾ മെയിൻ ഐഡിയ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്ലെയിംസ് അല്ലെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രറി കൗണ്ടർ പോയിന്റ് പ്രസൻറ്റ് ചെയ്തു, ഇത് മാത്രം പോരാ. നമുക്ക് എന്തും കൂടി വേണം. വൈ ഡിഡ് വി സേ ദാറ്റ് എന്നുള്ളതിന് നമുക്ക് എക്സാമ്പിൾസ് ത്രൂ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. വി നീഡ് ടു ഗിവ് സം എവിഡൻസസ് or examples that can really help to justify our point. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ടിംഗ് ഐഡിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ കോൺട്രറി അല്ലെങ്കിൽ കൗണ്ടർ പോയിന്റ്സ് ആയിരിക്കാം. സോ ആ ഐഡിയാസിന് നമ്മൾ എന്തുകൊണ്ട് അത് പറഞ്ഞു, വെദർ ഇറ്റ് ഇസ് ജസ്റ്റിഫയബിൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? എക്സാമ്പിൾസ് കൊടുക്കാം. ഓക്കെ, സോ എക്സാമ്പിൾസ് റിയലി എൻഹാൻസസ് ആർ എസ്സേ. സോ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ എസെൻഷ്യൽ ആണ്. സോ ഫോർ ദാറ്റ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫ്രേസസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എക്സാമ്പിൾസ് കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ സ്കോറിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആക്കുന്ന രീതിയിലുള്ള യൂസേജസ് ആണ്. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ദെൻ ആസ് എ റിസൾട്ട്, therefore ഇതെല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴായിരിക്കും മിക്കതും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഒരു കൺക്ലൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെയായിരിക്കും. ആസ് എ റിസൾട്ട് ഇന്നത് കൊണ്ട് ഇന്നത് സംഭവിച്ചു അല്ലെങ്കിൽ therefore അതുകൊണ്ട് എന്നുള്ള രീതിയിൽ. സോ നമ്മൾ ഇതെല്ലാം ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ യൂസ് ചെയ്യുന്ന കണക്ടേഴ്സാണ്. സോ ഇതിനെല്ലാം കൃത്യമായിട്ടൊരു ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ട്, കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സിനാരിയോസ് ഉണ്ട്. അത് അക്കോർഡിംഗ്ലി ആണ് നമ്മൾ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണക്ടേഴ്സിൻ്റെ യൂസേജ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോർ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു ബേസിസിൽ നമുക്ക് സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ കണക്ടേഴ്സ് മാത്രമായി കഴിഞ്ഞാൽ സ്കോർ കിട്ടുമെന്നല്ല പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഐഡിയാസിൻ്റെ കൂടെ, അതായത് നമ്മൾ ആ ഒരു എസ്സേക്ക് വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടോപ്പിക് എന്താണോ അതിന് റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വേണം കൊടുക്കാൻ. ഇറെലവൻറ്റ് പോയിന്റ്സ് കൊടുത്തിട്ട് കാര്യമില്ല. സോ നമ്മൾ കൊടുക്കുന്ന റെലവൻറ്റ് പോയിന്റ്സിൻ്റെ കൂടെ ഈ പറഞ്ഞ കണക്ടേഴ്സ് എല്ലാം ക്ലബ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എസ്സേക്ക് കൃത്യമായിട്ടൊരു ലോജിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ക്രൊണോളജി ഉണ്ടായിരിക്കും, ഒരു പ്രോപ്പർ ഫോമാറ്റ് ഉണ്ടായിരിക്കും. സോ ഇത് നമ്മുടെ ലാംഗ്വേജ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, റൈറ്റിംഗ് സ്കിൽസിൽ പ്രത്യേകിച്ചും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. നമ്മൾ എസ്സേ റൈറ്റിങ്ങിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചില കോമൺ മിസ്റ്റേക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ, എന്നാലാണ് നമുക്ക് അവിടെ നല്ല രീതിയിൽ സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് തിങ് ഈസ്
writing less than 200 words or more than 300 words. This will cause reduction in our score. നമ്മുടെ സ്കോർ കുറയാനായിട്ട് ഒരു റീസൺ ആണ് ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇഫ് വി റൈറ്റ് ലെസ് ദാൻ 200 വേർഡ്സ് ഓർ മോർ ദാൻ 300 വേർഡ്സ്. നമ്മുടെ ഒരു വേർഡ് കൗണ്ട് വരുന്നത് നമുക്കറിയാം എസ്സേ റൈറ്റിംഗിൽ 200 to 300 വേർഡ് ലിമിറ്റ് ആണ് വരുന്നത്. സോ വി ഹാവ് ടു പ്രിപ്പയർ അവർ എസ്സേ വിത്തിൻ ദാറ്റ് ലിമിറ്റ്. ഡോണ്ട് ഗോ ബിലോ ഓർ ഗോ അബവ് ദാറ്റ് ലിമിറ്റ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദിസ് ക്യാൻ റെഡ്യൂസ് യുവർ സ്കോർ. സോ ബി വെരി കെയർഫുൾ വിത്ത് ദ വേർഡ് കൗണ്ട്. Don't write less than 200 or more than 300 words. Going off topic, that is നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഗോയിങ് ഓഫ് ടോപ്പിക് ഇസ് നോട്ട് അലൗഡ്. സോ അത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് ആണ്. സോ ആൻസർ എക്സാക്ട്ലി വാട്ട് ദ ക്വസ്റ്റ്യൻ ആസ്ക്സ് ഫോർ. സോ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഇറെലവൻറ്റ് ഐഡിയാസ് ഓർ ഓഫ് ടോപ്പിക് ആയിട്ട് പോയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഒട്ടും ലോജിക്കലി കണക്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കിട്ടില്ല. സോ ഡോണ്ട് ഗോ ഓഫ് ടോപ്പിക്. ദെൻ ഈവൻ ഗുഡ് ഇംഗ്ലീഷ് സ്കോർസ് ലോ ഇഫ് ദ കോണ്ടന്റ് ഇസ് ഇറെലവൻറ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടേംസ് അക്കാഡമിക് ടേംസ് ആയിരിക്കാം, കണക്റ്റേഴ്സും അതുപോലെ തന്നെ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ്, എല്ലാത്തിൻ്റെയും യൂസേജ് പെർഫെക്റ്റ് ആയിരിക്കാം. ബട്ട് ഇഫ് ഇറ്റ്സ് ആക്ച്വലി അത് മാത്രമായിട്ട് നമുക്ക് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ഇനഫ്. നമുക്ക് അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് വേണം. ഈവൻ ദോ ഇഫ് യു ആർ റൈറ്റിംഗ് ഇൻ ഗുഡ് ലാംഗ്വേജ് ഓർ ഈവൻ ഇഫ് യു ഹാവ് യൂസ്ഡ് ഗുഡ് ഇംഗ്ലീഷ് ദെയർ, നമ്മൾ ഇപ്പം കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് ആ ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ it will be of no use. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, സ്കോർ വരില്ല. സോ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്കാഡമിക് ടേംസ് ആയിരിക്കും, ഗുഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ടോപ്പിക്കും കൂടി റെലവൻ്റ് ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഐഡിയാസും കൂടിയും പോയിൻറ്റ്സും കൂടി റെലവൻ്റ് ആയിട്ട് വന്നാൽ മാത്രമാണ് സ്കോർ കിട്ടുള്ളൂ. സോ ആൻസർ എക്സാക്ട്ലി വാട്ട് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് ഫോർ. ആൻഡ് ഈവൻ ഇഫ് യു ഹാവ് യൂസ്ഡ് ഇംഗ്ലീഷ്, ഗുഡ് ഇംഗ്ലീഷ്, you will get low score if the topic is irrelevant, or the content that, not topic, sorry, if the content that you have provided is irrelevant, you won't get any good score. So adu ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Be very careful about that. Then no clear opinion. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എസ്സേയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്താണ് പറയുന്നതെന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. ഇഫ് യു ആർ നോട്ട് ഗിവിങ് എ ക്ലിയർ ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ബീൻ ആസ്ക്ഡ്, ദെൻ ദാറ്റ്സ് ഓൾസോ ഓഫ് നോ യൂസ്. അപ്പം അതും നമുക്ക് എന്തല്ല സ്കോർ നല്ല രീതിയിൽ നമ്മുടെ സ്കോറിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് യു ഹാവ് നോ ക്ലിയർ ഒപ്പീനിയൻ, ദാറ്റ് വിൽ ബി എ ബിഗ് മിസ്റ്റേക്ക്. സോ കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് വി നീഡ് ടു അവോയ്ഡ്. ദാറ്റ് ഇസ് വി ഷുഡ് ഹാവ് എ ക്ലിയർ opinion about what we are saying. And poor paragraphing, that's also really important. Essay writing എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചറിന് സ്കോർ ഉണ്ട്. സോ ആ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 or 4 sentences. Then second paragraph, third paragraph and fourth paragraph. The first paragraph is as usual introduction ആണ്, and the second and third paragraphs are body paragraphs. There you should give the main content or main idea should be reflected in those paragraphs. And അതിലും നമുക്കൊരു 3 or 4 sentences ആവാം. ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് ഷുഡ് ബി കൺക്ലൂഷൻ. അവിടെ നമുക്ക് ടോപ്പിക് എന്താണെന്നുള്ളത് ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാവുന്നതാണ്. സോ ഈ ഒരു പാരഗ്രാഫ് ഡിവിഷൻ, സെൻറ്റൻസ് വൈസ് ആ ഒരു ഡിവിഷൻ, ഇതെല്ലാം പ്രോപ്പർ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ 200 above 200 to നിയർലി നമുക്ക് 220 to 260 അത്രയെങ്കിലും വേർഡ് കൗണ്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ പാരഗ്രാഫ്സിനകത്ത് നമ്മളൊരു 3 to 4 സെൻറ്റൻസസ് ഇൻക്ലൂഡ് ചെയ്താലാണ് അത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ പ്രോപ്പർ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ പ്രോപ്പർ പാരഗ്രാഫ് ഡിവിഷൻ, ഇതൊക്കെ എസെൻഷ്യൽ ആണ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഗ്രാമർ മിസ്റ്റേക്സ് ഡ്യൂ ടു റഷിംഗ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ 20 minutes ആണ് നമുക്ക് റൈറ്റിംഗ് ടാസ്കിനായിട്ട്, അതായത് റൈറ്റ് എസ്സിക്കായിട്ട് കിട്ടുന്നത്. ആ 20 minutes നമ്മൾ ആ ഒരു എസ്സി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റഷ് ചെയ്യുകയാണ്. അതായത് വല്ലാതെ നമ്മൾ ഫാസ്റ്റായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ആ ഒരു എസ്സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? റഷ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നതിലായാലും മിസ്റ്റേക്സ് വരാം, സ്പെല്ലിംഗ് എറേഴ്സ് വരാം, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരാം, പങ്ക്ച്വേഷനിൽ വരാം, മിസ്റ്റേക്സ് വരാം. സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. സോ അങ്ങനെ അതൊരു കോംപ്ലിക്കേഷനാണ് ആക്ച്വലി. സോ ഗ്രാമർ മിസ്റ്റേക്സ് ഡ്യൂ ടു റഷിംഗ്, സ്പെല്ലിംഗ് എറേഴ്സ് ഓർ പങ്ക്ച്വേഷൻ മിസ്റ്റേക്ക്, ദീസ് ഓൾ ക്യാൻ റിഡ്യൂസ് ആർ സ്കോർ. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. റഷ് ചെയ്യാതെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ, ദാറ്റ് ഇസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓൾറെഡി നമ്മളൊരു എസ്സേക്ക് വേണ്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തൊന്ന് നമ്മൾ പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ കോമൺ ആയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട്
എന്തെങ്കിലും പെർട്ടിക്കുലറൈസ് ചെയ്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് പുവർ കൊഹറൻസ് ആൻഡ് ലിങ്കിങ്. നമ്മൾ പറയുന്ന ഐഡിയാസ് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കോർ കിട്ടാൻ അല്ലെങ്കിൽ സ്കോർ നമ്മുടെ കുറയാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ലൈക്ക് നോ കണക്റ്റേഴ്സ് ബിറ്റ്വീൻ ഐഡിയാസ്. നമ്മൾ പറയുന്നു ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബോഡി പാരഗ്രാഫിൽ നമ്മൾ 2-3 കീ പോയിന്റ്സ് പറയുന്നു, ദെൻ ഗിവിങ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് കണക്ട് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ല. അതായത് കൊഹറൻസ് വരുന്നില്ല, അവിടെ കൃത്യമായിട്ടൊരു കണക്ഷൻ വരുന്നില്ല. അത് നമുക്ക് സ്കോർ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ പുവർ കൊഹറൻസ് ആൻഡ് ലിങ്കിങ്, കണക്ടേഴ്സിൻ്റെ യൂസേജ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, സഡൻ ടോപ്പിക് ചേഞ്ചസ്, പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ആ ഒരു ബോഡി പാരഗ്രാഫിനകത്ത് തന്നെ നമ്മൾ വേറെ ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. സോ അങ്ങനെ നമ്മൾ സഡൻ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഐഡിയാസ് തമ്മിലുള്ള ആ ഒരു ലിങ്കിങ് പ്രോപ്പർ ആവാതിരിക്കാനായിട്ട് ഇടവരും. സോ അതുകൊണ്ട് സഡൻ ടോപ്പിക് ചേഞ്ചസ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ലിങ്കിങ് വേർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഹവെവർ, മോറോവർ, ഇൻ എഡീഷൻ പോലുള്ള കണക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡിയാസ് കണക്ട് ചെയ്ത് പോകാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സഡൻ ഷിഫ്റ്റ് ഓഫ് ടോപ്പിക് അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു 2 or 3 പോയിന്റ്സ് ആണ്. ഇപ്പോൾ എസ്സേ റൈറ്റിങ്ങിനകത്ത് നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തു 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു, അതിന് എക്സാമ്പിൾസ് കൊടുത്തു. രണ്ടാമത്തെ ബോഡി പാരഗ്രാഫിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് 2 പോയിന്റ് സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്സോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് എക്സാമ്പിൾസ് കൊടുക്കാം. സോ അത് കറക്റ്റായിട്ടൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ഷൻ, ലോജിക്കൽ സീക്വൻസിങ് ആയിട്ട് തന്നെ പോകാനായിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ സീക്വൻസോട് കൂടി തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ പുവർ കൊഹറൻസ് ആൻഡ് ലിങ്കിങ്, ദിസ് ഇസ് എ കോമൺ മിസ്റ്റേക്ക് ദാറ്റ് വി ഡു വൈൽ റൈറ്റിംഗ് എസ്സേ. സോ അത് ശ്രദ്ധിക്കുക. അത് നമ്മളെപ്പോഴും പ്രോമിനൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് എക്സാമ്പിൾസ് ഓർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന എസ്സേനകത്ത് ജസ്റ്റ് നമ്മൾ മെയിൻ ഐഡിയാസ് മാത്രം പറഞ്ഞു പോവുക അല്ലെങ്കിൽ കീ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോവുക. അങ്ങനെ ചെയ്യാതെ ട്രൈ ടു ആഡ് എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന് നമ്മൾ തക്കതായിട്ടുള്ള എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു ഗെയിൻ സ്കോർ. സോ ലാക്ക് ഓഫ് എക്സാമ്പിൾസ് ഓർ ഡെവലപ്മെൻറ്റ്, ദിസ് വിൽ റെഡ്യൂസ് സ്കോർ. മേക്കിംഗ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. നമ്മൾ ജനറലൈസ് ചെയ്ത് ഓരോ പോയിന്റ്സ് പറയുകയാണ്, അവിടെ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് എക്സാമ്പിൾസോ എവിഡൻസസോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് സ്കോർ കുറയാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ മേക്കിംഗ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. വെരി ഷോർട്ട് ബോഡി പാരഗ്രാഫ്സ്. ബോഡി പാരഗ്രാഫ്സ് എപ്പോഴും അവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. മെയിൻ ഐഡിയാസ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ബോഡി പാരഗ്രാഫ്സിലാണ്. സോ അത് വല്ലാതെ ഷോർട്ട് ആവാൻ പാടില്ല. സോ ഷോർട്ട് ബോഡി പാരഗ്രാഫ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കില്ല, സപ്പോർട്ടിംഗ് പോയിന്റ്സ് വേണ്ടത്ര ഉണ്ടായിരിക്കില്ല, എക്സാമ്പിൾസ് വേണ്ടത്ര ഉണ്ടായിരിക്കില്ല. സോ ഇതെല്ലാം സ്കോർ കുറയാനായിട്ട് അല്ലെങ്കിൽ സ്കോർ കിട്ടാതിരിക്കാനുള്ള റീസൺസ് ആയിരിക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കുക, ഷോർട്ട് ബോഡി പാരഗ്രാഫ്സ് അല്ല നമുക്ക് വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 സെൻറ്റൻസസ് എങ്കിലും ഓരോ ബോഡി പാരഗ്രാഫിൽ വരുന്ന രീതിയിൽ വേണം എസ്സേ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ സപ്പോർട്ടിംഗ് ഐഡിയാസ്, എക്സാമ്പിൾസ്, റീസൺസ്, ആ ഒരു അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം, ഇപ്പോൾ ഒരു ടോപ്പിക് അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം നമുക്ക് അവിടെ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ടോപ്പിക് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടതായിട്ടുള്ള നമ്മൾ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നതിന് അതിന് വേണ്ടതായിട്ടുള്ള എക്സാമ്പിൾസ്, അതിൽ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഇത് ആർഗ്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. എഗ്രിമെൻറ്റ്സ് ആണെങ്കിൽ എഗ്രിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഡിസഗ്രിമെൻറ്റ്സ് ആണെങ്കിൽ ആ ഡിസഗ്രി ചെയ്യാനുള്ള റീസൺ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എസ്സേ റൈറ്റിങ്ങിൽ കൊടുക്കാവുന്നതാണ്. കാരണം എസ്സേ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പിക് ഡിഫറെൻറ്റ് രീതിയിലാണ്. എസ്സേസിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് വരുന്നത്. ലൈക്ക് എഗ്രിമെൻറ്റ്, ഡിസഗ്രിമെൻറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നതുണ്ട്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ ബേസ്ഡ് എസ്സേസ് വരുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡിങ് ഫോർ, അതനുസരിച്ച് നമ്മൾ എസ്സേ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. And next thing is limited vocabulary or repetition. This is a common mistake actually. Limited vocabulary എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാം. എപ്പോഴും സിമിലർ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കോർ റെഡ്യൂസ് ചെയ്യും. സോ റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാം. ഷോർട്ടേജ് വരാൻ പാടില്ല വൊക്കാബുലറി. ലിമിറ്റഡ് വൊക്കാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്ടേഴ്സ്, സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരിക്കലും
ടെംപ്ലേറ്റിൻ്റെ യൂസേജ് അല്ല എൻകറേജ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെന്നല്ല, നമുക്ക് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൺനാച്ചുറൽ ഫ്രേസസിൻ്റെ യൂസേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഈ ടെംപ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ടെംപ്ലേറ്റിൻ്റെ യൂസേജ് നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞ അക്കാഡമിക് ടേംസ് വെച്ചിട്ട് അല്ലെങ്കിൽ കണക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് വൊക്കാബുലറീസ് അത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്സ് ആൻഡ് ഫ്രേസസ്. റിപ്പിറ്റേഷൻ ഫ്രേസസിൻ്റെ മാത്രമല്ല വേർഡ്സിൻ്റെ റിപ്പിറ്റേഷനും അവോയ്ഡ് ചെയ്യാം. യൂസിങ് ഇൻഫോർമൽ ഓർ സ്പോക്കൺ ലാംഗ്വേജസ്, ലൈക്ക് നമ്മൾ ചില വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കിഡ്സ് എന്നുള്ളതൊക്കെ ഇൻഫോർമൽ യൂസേജ് ആണ്. സോ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കിഡ്സിന് പകരം ചിൽഡ്രൻ ആണ് യൂസ് ചെയ്യേണ്ടത്. കിഡ്സ് എന്നുള്ളത് ഇൻഫോർമൽ യൂസേജ് ആണ്. സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇൻഫോർമൽ ലാംഗ്വേജിൻ്റെ യൂസേജ് വരാൻ പാടില്ല. സ്പോക്കൺ ലാംഗ്വേജ് നമ്മൾ കൊളോക്കിയലി പറയുന്ന യൂസേജസ് അല്ലെങ്കിൽ ടേംസ് ഒന്നും നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ റൈറ്റിംഗ് ടാസ്കുകളിൽ യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും റൈറ്റ് എസ്സേയിൽ അങ്ങനെയൊക്കെ, റൈറ്റ് എസ്സേ ഓർ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഓർ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, ഇതിലൊക്കെ നമ്മൾ ഈ കൊളോക്കിയൽ യൂസേജ്, സ്പോക്കൺ ലാംഗ്വേജ്, ഇൻഫോർമൽ യൂസേജസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. യൂസ് അക്കാഡമിക് വൊക്കാബുലറി ആൻഡ് സിനോണിംസ് വെയർ അപ്രോപ്രിയേറ്റ്. ഈ അക്കാഡമിക് വൊക്കാബുലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമിലർ ആയിട്ട് എപ്പോഴും തോന്നാതിരിക്കാൻ നമുക്ക് സിനോണിംസ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ടേഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും മോറോവർ തന്നെ യൂസ് ചെയ്യാതെ അതിന് പകരം മോറോവർ, ഫെർദർ മോർ, ഇൻ എഡീഷൻ, എഡീഷണലി, ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് സിനോണിംസ് ഉണ്ട്. സോ ഈ സിനോണിംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഓവർ യൂസ് ഓഫ് മെമ്മറൈസ് ടെംപ്ലേറ്റ്സ്. റിജിഡ് അൺനാച്ചുറൽ ഫ്രേസസ് യൂസ് ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് ഏത് എസ്സേ വന്നാലും കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് ഒരു പാറ്റേൺ പോലെ പഠിച്ചു വെക്കുകയാണ്. ബട്ട് അത് ചില എസ്സേസിൻ്റെ കോണ്ടെക്സ്റ്റിന് ഒട്ടും റിലേറ്റബിൾ ആയിരിക്കില്ല. സോ അങ്ങനെ റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനാച്ചുറൽ ഫ്രേസസ് യൂസ് ചെയ്യാതിരിക്കുക. അത് അവോയ്ഡ് ചെയ്യണം. ആക്ച്വലി മെമ്മറൈസ് ടെംപ്ലേറ്റ്സിൻ്റെ ഓവർ യൂസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബോഡി പാരഗ്രാഫ്സ് എപ്പോഴും നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജീസ് ആണ് അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ ബി വെരി നാച്ചുറൽ ഇൻ that. Okay, unnatural phrases in the usage avoid ചെയ്യാം. ടെംപ്ലേറ്റ്സ് ദാറ്റ് ഡോണ്ട് ഫിറ്റ് ദ ടോപ്പിക്. നമ്മൾ പഠിച്ചു പോവാണ്, പ്രീ മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് പഠിച്ചു പോയി അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് എന്തായി മാറാണ്, അത് നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്കിന് ഒട്ടും തന്നെ മിസ്മാച്ച് ആയിട്ട് വരാണെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റബിൾ അല്ലാതെ വരാണെങ്കിൽ അത് നമ്മുടെ സ്കോർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ PTE ക്യാൻ പീനലൈസ് ഓവർലൈ മെമ്മറൈസ്ഡ് കോണ്ടന്റ് ആൻഡ് യൂസ് ഫ്ലെക്സിബിൾ സ്ട്രക്ചേഴ്സ്, നോട്ട് ഫിക്സ് സെൻറ്റൻസസ്. ഫ്ലെക്സിബിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വി ക്യാൻ മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദാറ്റ്, we can add on to it, we can remove unnecessary things. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഓക്കെയാണ്. അതല്ലാതെ പ്രീ മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ് കോണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അതൊക്കെ നമ്മുടെ സ്കോർ കുറയാനായിട്ടുള്ള റീസൺസ് ആണ്. സോ ദിസ് വാസ് ഓൾ അബൌട്ട് സം ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ എക്സലിംഗ് ഇൻ എസ്സേ റൈറ്റിംഗ്. PTE റൈറ്റിംഗ് ടാസ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. സോ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ it will be really useful for you. I hope the video was actually നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. So see you in the next video and thank you once again.